ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് തേങ്ങാക്കൊത്തിട്ട് പറ്റിക്കുന്ന ഉണക്കമീൻ കറി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉണക്കമീൻ എനിക്ക് നല്ലത് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ല കഷ്ണമീനായിരുന്നു കേട്ടോ, ഉൾക്കല്ലിയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അപ്പോൾ നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വൃത്തിയുള്ള കഷ്ണങ്ങളുമായിരുന്നു. കറി വെച്ചപ്പോൾ ഒട്ടും പൊടിഞ്ഞും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ മീനെല്ലാം ഞുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം കഴുകി വാരിയിട്ട് പിന്നെ ബാക്കി വെള്ളത്തിലിട്ട് വെക്കുകയോ ചെയ്ത് കേട്ടോ. അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ തേങ്ങ ഞാൻ ചെറുതായിട്ട് കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുടംപുളിയും കൂടെ വേണം. ഉപ്പ് വേണ്ട, ഉപ്പുമീനായതുകൊണ്ട് പിന്നെ നമുക്ക് ഉപ്പ് വേണ്ട. അത് നമുക്ക് ഈ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി ആണ് എടുക്കുന്നത്. ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ടേ. ഒരു 400 ഗ്രാം മീനായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 3 വലിയ സ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി. എണ്ണയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയില്ലെങ്കിൽ അതിനൊരു പച്ചമണം കാണും കേട്ടോ. അപ്പോൾ അത് ആ മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ആ മീനും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ഒഴിക്കണം. പിന്നെ ഞാൻ അതിനകത്തേക്ക് പുളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പിന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കണം കേട്ടോ. ഉണക്കമീൻ ആയതുകൊണ്ട് കുറച്ച് വെള്ളം അധികം വേണം. അപ്പം മീൻ മൂടി കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചധികം പറ്റിയിട്ടുണ്ടാവും. ഒരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വെക്കാവേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ടാച്ചാൽ മതി. അപ്പം ഞാനതിനായിട്ട് ഉലുവ ഇടണം കേട്ടോ. ഉലുവയും കടുകും പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുത്തിട്ട് നമുക്ക് ഈ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം വളരെ രുചികരമായ ഒരു മീൻ കറിയാണ് ഇത് കേട്ടോ. നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം.